ഇത്രയും നല്ല ടേസ്റ്റോടെ പനീർ മട്ടർ മസാല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള പനീർ മസാല എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ വീഡിയോ മുഴുവനായിട്ടും കാണുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത്രയും ടേസ്റ്റോടെ പനീർ മട്ടർ മസാല തയ്യാറാക്കിയെടുക്കാം. രാവിലെ ചപ്പാത്തിൻ്റെ കൂടിയോ അല്ലെങ്കിൽ നമ്മൾ പുലാവൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സൈഡ് ഡിഷായിട്ടോ ഒക്കെ നമുക്ക് ഈ പനീർ ബട്ടർ മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു പ്രാവശ്യം ഈ രീതിയിൽ പനീർ മസാല തയ്യാറാക്കി നോക്കൂ. വീണ്ടും വീണ്ടും നിങ്ങൾ ഇതേ റെസിപ്പി തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് ഈ പനീർ മട്ടർ മസാല ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം എന്തിനാണെന്ന് ഞാൻ വഴിയെ തന്നെ പറയുന്നതായിരിക്കും. അതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളത്തിന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ വെട്ടി തിളയ്ക്കുന്നവരെ നമുക്കിതിനെ ഒന്ന് ചൂടാക്കാം. 200 ഗ്രാമിൻ്റെ പനീറാണ് കേട്ടോ ഞാൻ ഈ പനീർ മസാല തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫ്രോസൺ ആയിട്ടുള്ള മട്ടറും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മിൽക്കി മിസ്റ്റിൻ്റെ ഈ പനീറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പനീറാണ് കേട്ടോ ഇത്. ഇനി നമുക്കിതാ മട്ടർ കണ്ടില്ല, ഇത് ഫ്രോസൺ ആണ് കേട്ടോ. ഞാനിത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നല്ല ഐസായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഗ്രീനായിട്ട് തന്നെ നമുക്കത് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഫ്രോസനോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള മട്ടറോ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഈ ഫ്രഷ് ആയിട്ടുള്ളതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളുടെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അതിന് നമുക്ക് തലേ ദിവസം കുതിർത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളൊരു 10 കാഷ്യൂനട്ടാണ് കേട്ടോ. അതിന് ഞാൻ 1 മണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ചതാണ്. കുതിർത്ത് വെക്കുമ്പോൾ അത് നല്ലപോലെ ഒന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ കുതിർത്ത് വെക്കുന്നത്. ഇനി നമുക്കിതിന് ഒരു പാന് ചൂടാവുമ്പോൾ അതിലേക്ക് അല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറൊക്കെ ഒന്ന് ഉരുകി വരുന്ന നേരത്ത് നമ്മളുടെ പനീറിന് നമുക്ക് ഇതുപോലെ ഒരു പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ. 2 വശം ഒന്ന് ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്ക് ഈ പനീറിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ പനീറൊക്കെ നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ മാറ്റിയെടുക്കാം. അപ്പോൾ തന്നെ ഞാനിതാ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമ്മളുടെ ഈ പനീർ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് വെള്ളത്തിൽ ഇതുപോലെ പനീർ ചേർക്കുന്ന സമയത്ത് ആ പനീറെല്ലാം ആ ഉപ്പൊക്കെ അതിന് വലിച്ചെടുക്കും. അപ്പം നമുക്ക് കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഗ്രീൻ പീസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി നമുക്ക് അല്പം മസാലയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതാ അതേ കടായിൽ തന്നെ ഒരല്പം കൂടി ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഫെനൽ സീഡ്. പിന്നെ അതാ ഒരു വലിയൊരു സവാള ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്നവരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് ഇതാ വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 കുടം വെളുത്തുള്ളി കേട്ടോ ഇതുപോലെ അങ്ങ് ക്ലീൻ ചെയ്ത ശേഷം നമുക്കിതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു കഷ്ണം ഇഞ്ചി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ വെളുത്തുള്ളിൻ്റെയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. സവാളയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ അങ്ങ് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 തക്കാളി ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. വലിയ വലിയ പീസാക്കിയിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇതിന് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഇനി തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ ഒന്ന് നമുക്കിതിനെ വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവമാവുന്നവരെ നമുക്ക് ഈ തക്കാളിനെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ തക്കാളിൻ്റെ പച്ച സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്കിതിനെ സ്റ്റൗ ഓഫാക്കിയിട്ട് ഇത് ആറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതാ തക്കാളി മസാലയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്കിതിന് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കടായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിലിന് പകരം നമുക്ക് ബട്ടർ ചേർത്തിട്ടും ഈ ഒരു മസാല തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ അതാ വലിയൊരു സവാള പൊടിയായി അരിഞ്ഞതുകൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ. സവാളയൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് വരുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നന്നായിട്ട് ഇതാ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് അല്പം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇതാ 1 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ഒരു മസാല വഴറ്റിയെടുക്കാനായിട്ട്. ഒരിക്കലും കൂട്ടി വെക്കരുത്, പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. പിന്നെ നമ്മളിതാ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള 1 കപ്പ് വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അതിന് മസാലേനെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് നമുക്കിതിനെ അടപ്പ് കൊണ്ട് അടച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ അതാ മസാലയൊക്കെ നന്നായിട്ട് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള പനീറും പിന്നെ മട്ടറും ഒക്കെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണല്ലോ പനീറും മട്ടറൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കിയ ശേഷം വേണം നമുക്ക് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ഇനി ഞാനെന്താ ഒരല്പം ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്ക് അടപ്പ് കൊണ്ടൊന്നും അടച്ചൊന്നും വെക്കണ്ട കേട്ടോ, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം കേട്ടോ. ഇനി നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ്. 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി എടുത്തിട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ച ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു മണവും അതുപോലെ തന്നെ കറിക്ക് നല്ല തിക്നെസ്സും കൂടിയിട്ട് കിട്ടും കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ ഈ കറിയിൽ ഫ്രഷ് ക്രീമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഫ്രഷ് ക്രീം ചേർക്കാതെയും ഈ കറി ഇതുപോലെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഞാൻ ഇതിന് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയോ, നമ്മളുടെ കെച്ചപ്പാണ് കേട്ടോ. 2 ടീസ്പൂൺ കെച്ചപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർക്കുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക സ്വാദുണ്ടാവും. ഇതുകൂടി ചേർത്തിട്ട് നിങ്ങളും ഈ കറി തയ്യാറാക്കി നോക്കൂ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില നമുക്കിതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫാക്കി ഇടാം. അങ്ങനെ നമ്മളുടെ പനീർ മട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പനീർ കറി വെച്ചിട്ട് 10 മിനിറ്റിന് ശേഷം നമുക്ക് കറി ഇതാ ഈ ഒരു പരുവത്തിലുണ്ടാവും കേട്ടോ. നല്ല ക്രീമി പരുവത്തിലുള്ളൊരു പനീർ ഗ്രേവിയാണ് കേട്ടോ ഇത്. പനീർ ഫ്രൈ ചെയ്ത ശേഷം നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് കാരണം ഈ പനീറിന് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടാവും.